ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പർശ സംബന്ധമായി ധാരാളം സംശയങ്ങൾ വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെൻഷൻ ക്രെഡിറ്റ് ആകുന്നത് സംബന്ധിച്ച സംശയങ്ങൾ. ചിലർക്ക് പെൻഷൻ സംബന്ധമായ അഡ്വാൻസ് മെസ്സേജ് ലഭിക്കുന്നില്ല. സ്പർശിൽ നിന്നും പെൻഷൻ ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം, പെൻഷൻ മുടങ്ങാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയ സംശയങ്ങളുടെ മറുപടിയാണ് ഈ വീഡിയോയിൽ. സ്പർശിൽ മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിന് എല്ലാ മാസവും പെൻഷൻ സംബന്ധമായ അഡ്വാൻസ് മെസ്സേജ് സാധാരണയായി 20-ാം തീയതിക്ക് ശേഷം ലഭിച്ചു തുടങ്ങും. ഈ അഡ്വാൻസ് മെസ്സേജ് 2 രീതിയിലാണ് ലഭിക്കുക. ഒന്ന്, നമ്മൾ സ്പർശിൽ നൽകിയിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ മെസ്സേജായി ലഭിക്കുന്നു. രണ്ടാമതായി, നമ്മൾ സ്പർശിൽ നൽകിയിട്ടുള്ള ഇമെയിൽ ഐഡിയിലും ഇതേ മെസ്സേജുകൾ ലഭിക്കുന്നതാണ്. സാധാരണയായി എല്ലാവർക്കും പെൻഷൻ സംബന്ധമായ അഡ്വാൻസ് മെസ്സേജ് ലഭിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ടെക്നിക്കൽ പ്രോബ്ലംസ് മൂലം ചിലർക്ക് മെസ്സേജ് ലഭിക്കാറില്ല. അതോടൊപ്പം തന്നെ ആൻഡ്രോയിഡ് ഫോണുകൾ അല്ലാതെ നോർമൽ മൊബൈൽ ഉപയോഗിക്കുന്ന പല പെൻഷനേഴ്സിൻ്റെയും ഫോൺ മെമ്മറിയിൽ മെസ്സേജുകൾ ഫുള്ളായത് മൂലവും സ്പർശിലെ മെസ്സേജ് ലഭിക്കാതിരിക്കാം. മുകളിൽ പറഞ്ഞ രീതിയിൽ പെൻഷൻ മെസ്സേജ് ലഭിക്കാത്ത ചിലരുടെ മൊബൈൽ പരിശോധിച്ചപ്പോൾ ഫോൺ മെമ്മറി ഫുൾ ആയതായി കാണാൻ സാധിച്ചു. ആയതിനാൽ നോർമൽ ഫോൺ ഉപയോഗിക്കുന്നവർ പഴയ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത് ഫോൺ മെമ്മറി ഫുൾ ആകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്പർശിൽ നിന്നും നമുക്ക് പെൻഷൻ മുടങ്ങാനുള്ള ഒരേ ഒരു കാരണം എന്നത് നമ്മുടെ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ മാത്രമേ പെൻഷൻ ലഭിക്കാതിരിക്കുകയുള്ളൂ. ആയതിനാൽ പെൻഷൻ സംബന്ധമായ അഡ്വാൻസ് മെസ്സേജ് വരാത്തത് മൂലം പെൻഷൻ മുടങ്ങുമെന്ന് ആരും ഭയപ്പെടേണ്ടതില്ല. ഇനി ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് അറിയാൻ നമ്മുടെ എല്ലാ മാസവും സ്പർശിൽ വരുന്ന പെൻഷൻ സ്ലിപ്പിൽ നോക്കിയാൽ അതിൽ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് ഏത് മാസമാണോ അതേ മാസം 1-ാം തീയതി മുതൽ സ്പർശിൽ നിന്നും ഇത് സംബന്ധിച്ച മെസ്സേജ് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ലഭിച്ചു തുടങ്ങും. നമ്മുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് സ്പർശിൽ അപ്ഡേറ്റ് ആകുന്നതുവരെ ഈ മെസ്സേജ് ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കും. ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് ഉദാഹരണത്തിന് ജൂലൈ 31 ആണെന്ന് കരുതുക. നമുക്ക് ജൂലൈ 1 മുതൽ ഇത് സംബന്ധിച്ച മെസ്സേജ് ലഭിച്ചു തുടങ്ങും. ഇനി ജൂലൈ 31-നുള്ളിൽ നമുക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിച്ചില്ല എന്ന് കരുതുക. എങ്കിലും നമ്മുടെ ലൈഫ് സർട്ടിഫിക്കറ്റിന് 31 ജൂലൈ വരെ വാലിഡിറ്റി ഉള്ളതിനാൽ ജൂലൈ മാസത്തെ പെൻഷൻ ഉറപ്പായും ലഭിക്കും. എന്നാൽ അടുത്ത മാസമായ ഓഗസ്റ്റ് മാസം 20-ാം തീയതിക്കുള്ളിലെങ്കിലും 31 ജൂലൈയിൽ ഡ്യൂ ഡേറ്റ് ആയ നമ്മുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാത്ത പക്ഷം ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മുടങ്ങുന്നതാണ്. ആയതിനാൽ നമ്മുടെ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് ഇന്ന് തന്നെ പെൻഷൻ സ്ലിപ്പിൽ നോക്കി കലണ്ടറിൽ കുറിച്ചിടുക. സമയത്തിന് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുക. ലൈഫ് സർട്ടിഫിക്കറ്റ് സ്പർശിൽ നൽകുമ്പോൾ കഴിവതും നമ്മുടെ അടുത്തുള്ള സ്പർശ് സർവീസ് സെൻ്ററുകൾ അഥവാ പഴയ DPDOകൾ, ഇപ്പോഴിത് സ്പർശ് സർവീസ് സെൻ്റർ എന്നാണ് അറിയപ്പെടുന്നത്, അവിടെ പോയോ അല്ലെങ്കിൽ സ്പർശിനെ പറ്റി അറിയാവുന്ന ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലോ പോയി ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാൻ ശ്രമിക്കുക. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നവർ അതിൻ്റെ റെസിപ്റ്റ് വാങ്ങാൻ മറക്കരുത്. നമ്മൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞും ലൈഫ് സർട്ടിഫിക്കറ്റ് ഡ്യൂ ആണെന്നുള്ള മെസ്സേജ് സ്പർശിൽ നിന്നും വന്നാൽ നമ്മൾ നൽകിയ ലൈഫ് സർട്ടിഫിക്കറ്റിൽ എന്തോ തെറ്റ് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാം. ആ സമയത്ത് നമുക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയപ്പോൾ ലഭിച്ച റെസിപ്റ്റ് പരിശോധിച്ചാൽ തെറ്റ് പറ്റിയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സംബന്ധിച്ച് സംശയങ്ങളുള്ളവർ ദയവായി വിരമിച്ച സൈനികൻ വാട്സപ്പ് ഗ്രൂപ്പിൽ സംശയങ്ങൾ ചോദിച്ചാൽ റെസിപ്റ്റ് പരിശോധിച്ച് കൃത്യമായ മറുപടി നൽകുന്നതാണ്. പലതവണ ഈ ചാനലിലെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പലരും ചില പ്രധാന കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഒന്നാമതായി, നമുക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിനെ ജോയിൻ്റ് അക്കൗണ്ട് ആക്കുക. രണ്ടാമതായി, ഫാമിലി പെൻഷനേഴ്സ് തങ്ങളുടെ പെൻഷൻ ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ നോമിനിയായി മക്കളുടെ പേര് ചേർക്കുക.
3. സ്പർശിൽ വിമുക്തഭടന്റെ ഭാര്യയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം ഭാര്യയുടെ ആധാർ പാൻ നമ്പറുകൾ സ്പർശിൽ ആഡ് ചെയ്യുക. 4. അവിവാഹിതരായ പെൺകുട്ടികളുള്ളവർ ഉറപ്പായും അവരുടെ പേരുകൾ സ്പർശിൽ അപ്ഡേറ്റ് ചെയ്യുക. കാരണം പെൺകുട്ടിയുടെ വിവാഹശേഷം മാരേജ് ഗ്രാൻഡ് ലഭിക്കാൻ ഇത് അത്യാവശ്യമാണ്. മാരേജ് ഗ്രാൻഡായി ഇപ്പോൾ 1,00,000 രൂപയാണ് ലഭിക്കുന്നത്. സ്പർശസംബന്ധമായ സംശയ നിവാരണത്തിനും സഹായങ്ങൾക്കും വിരമിച്ച സൈനികൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.